ബ്രൈൻ ഒരു കാര്യം പറയട്ടെ, മോന്റെ പ്രൈവറ്റ് പാർട്സ് ഇല്ലേ, അത് എപ്പോഴും ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് വെക്കണം. പിന്നെ ചില കാര്യങ്ങളുണ്ട്, അത് ലൈക്ക് ഈ പ്രായത്തിൽ ടീനേജേഴ്സിനൊക്കെ പേരൻസിനോടൊക്കെ പറയാൻ നാണമുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ വിചാരിക്കരുത്. ലൈക്ക് ഇപ്പൊ ഗേൾസിന് പീരീഡ്സിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ, പെയിൻ ഉണ്ടെങ്കിൽ, മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ ഒക്കെ ഒരു പേരൻസിനോട് പറയും. അതുപോലെ തന്നെയാണ് ബോയ്സിന്റെ കാര്യം. ഒരിടത്തൊരു വീഡിയോ കണ്ടതാണേ, അതിനകത്തൊരു ഡോക്ടർ പറയാണ്, നിങ്ങളുടെ ടെസ്റ്റിക്കിൾസ് അല്ലേ, ബോൾസ് 15 to 35 ഉള്ള പ്രായത്തിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ ക്യാൻസർ പോലത്തെ സംഭവം സയൻസ് കാണിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ടീനേജ് ബോയ്സ് ഒക്കെ. അതായത് അത് ഭയങ്കര ഹാർഡാണെങ്കിൽ അതെന്തോ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. തൊടുമ്പോൾ എന്തെങ്കിലും മുഴകൾ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതെന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. സ്മൂത്ത് ആയിട്ടിരിക്കുമ്പോൾ നല്ല ഹാർഡ് ബോയിൽഡ് എഗ്ഗില്ലേ, അതുപോലെ ഇരിക്കണം എന്നാണ് അതിന്റെ ഒരു നോർമൽ ഇത്. അതുപോലെ ചില കുട്ടികൾക്ക് അവിടെ ഭയങ്കര ഇച്ചിങ് വരാം, ചില കുട്ടികൾക്ക് അതിന്റെ തൊട്ട് മേലെ വയറിന്റെ അവിടെ വേദന വരാം. ഇതൊക്കെ പിള്ളേർ അയ്യോ എങ്ങനെ പറയുന്നോർത്ത് പറയാതിരിക്കും. അങ്ങനെ പറയാതിരിക്കരുത്. അതൊക്കെ ആദ്യം തന്നെ പാരന്റ്സിനെ അറിയിച്ചിട്ട് അവർക്ക് ഡോക്ടറെ കാണിച്ചാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഡോക്ടർ നോക്കിക്കോളും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഒരു സൈഡ് മാത്രം ബൾജ് ചെയ്ത് വരിക, ഒരു സൈഡ് മാത്രം ചെറുതായിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാലും ബോയ്സ് പാരന്റ്സിനോട് പറയണം. ഇത് ഗേൾസിന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ സാധാരണഗതിയിൽ മടിയില്ല. അവർക്കറിയാം ഇങ്ങനെ ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ അവർ പറയും, പാരൻസും അത് പിന്നെ അഡ്രസ്സ് ചെയ്യും. പക്ഷെ ബോയ്സിന്റെ കാര്യത്തിൽ പൊതുവേ അതിലൊരു അശ്രദ്ധയുണ്ട്, ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ ഒരു മടിയും വിചാരിക്കരുത്. ബിക്കോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നീഡ് ഡോക്ടർ ഹെൽപ്പ്. നമ്മൾ ഡോക്ടറെ കാണേണ്ട കാര്യമാണ്. ഓക്കെ, താങ്ക് യു അമ്മ ഫോർ സേയിങ് ദാറ്റ്. ഇനി ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. ഓക്കെ.